പ്ലാറ്റ്ഫോമുകളിൽ അവരുടെ വീഡിയോ കാണുന്ന നമ്മളെ എല്ലാവരെയും അവർ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ സത്യം അതാണ്. ഞാൻ ഇന്ന് റെനെ മെഡിസിറ്റിയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാഫിനോട് ബോട്ടം സർജറിയെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല. ജാസിയായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും സർജറി നടന്നിട്ടുണ്ടോ, ആ വിഷയങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ഞാൻ ചോദിക്കാതെ തന്നെ വളരെ കൃത്യമായി അവർ എനിക്ക് മറുപടി തരികയാണ്, ഇവിടെ ബോട്ടം സർജറി എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ല എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയം ജാസിയുടെ കുറിച്ചാണ്. ഇനി ജാസി വന്ന് അടുത്ത വീഡിയോ ഇടുന്നത് എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബോട്ടം സർജറിയാ കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇന്ന സർജറിയാ കഴിഞ്ഞതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ ഗർഭമാണ് നടക്കുന്നതെന്ന്. ഇതൊക്കെ വേണമെങ്കിൽ ജാസി വന്ന് പറയും. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജാസി ഓരോ മൊമെന്റിലും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ അവനെ വിശ്വസിക്കുന്ന, അവനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവന്റെ വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് അവൻ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഞങ്ങൾ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ബോട്ടം സർജറി ജാസി ചെയ്തിട്ടില്ല. ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ്. ഞാൻ പറഞ്ഞില്ല ഒരു പന്നപ്ലാനാന്ന്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അതൊരിക്കലും ജാസി പറഞ്ഞ പൂർണ്ണമായൊരു സ്ത്രീയിലേക്കുള്ള മാറ്റമല്ല. ഒന്ന്, ജാസി എന്ന് പറയുന്ന പുരുഷന് ഗർഭപാത്രമില്ല. 2, വജൈനൽ ട്രീറ്റ്മെന്റ്സ് ഒന്നും ജാസി എടുത്തിട്ടില്ല. 3, ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ജാസി ചെയ്തിരിക്കുന്നത്. ഒരു ഗുണപാഠം ഞാൻ പറയാം, നമുക്കെതിരെ ആൾക്കാർ തിരിയാണെങ്കിൽ പിന്നെ നമ്മളോട് നിൽക്കും. സ്വയം വരുത്തി വെച്ചല്ലേ എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ല.